ഇതാരാന്ന് മനസ്സിലായോ നിങ്ങക്ക്? ഇത് അച്ഛനാണ്, സ്വന്തം അച്ഛൻ. അർജുൻ 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 ആദ്യമായിട്ടാണ് എന്താ പറയാ മോർണിംഗ് വാക്കിന് ഇറങ്ങുന്നത്. ഐ മീൻ ഈ വീട്ടിൽ രാവിലെ തന്നെ ലിപ്സ്റ്റിക് ഇട്ട് വന്നു. അല്ല, നമ്മള് ചത്ത് കിടക്കുകയാണെങ്കിൽ ചമ്മഞ്ഞിറക്കണമെന്നാണ്. സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം ഞങ്ങൾ വിചാരിക്കും ഇതെന്തോ നടന്നുകൊണ്ട് ഇൻട്രോ എടുക്കുന്നത്, അല്ല നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ നടന്നുകൊണ്ട് ഇൻട്രോ എടുക്കണേന്ന്. ഞങ്ങളൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ് ഫ്രണ്ട്സ്. സൈലോയും ഉണ്ട്, ശിവപാപ്പനും ഉണ്ട്, ഞാനും ഉണ്ട്, ഉണ്ട്. അപ്പൊ നമുക്ക് വേറെ എവിടെയിലേക്ക് പോവാം. ഗൈസ്, ഞാനിന്ന് എല്ലാരും ഭയങ്കരമായി അല്ല, ഞാൻ 6 മണിക്ക് അലാറം വെച്ചു. ഉറക്കം വന്നിട്ട് ഞാൻ ഓഫാക്കിട്ട് പിന്നെയും കിടന്നുറങ്ങി ഫ്രണ്ട്സ്. പിന്നെ ഒരു 7 മണി ആയപ്പം ശിവപാപ്പൻ എന്നെ വന്ന് വിളിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവര് പോയി വന്ന് എന്താ എന്നെ വിളിക്കാണ് എന്നാണ് കളിയാക്കാൻ വേണ്ടിട്ട്. തെറ്റിപ്പോയി. അതെ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആരും പോയിട്ടില്ല. അതെ, ആരും പോയിട്ടില്ല. ഇല്ല, എന്നെയാണ് ഈ വെയിറ്റ് ചെയ്യണത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേഗം ഇത് മുഖം കഴിപ്പോ പല്ല് വെച്ചിട്ടോ. ഞങ്ങൾ ഈ തോട്ടത്തിൽ കൂടെയാണ് നടക്കുന്നത് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, അമ്മ ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെവിടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ വരുന്ന സമയത്ത് അമ്മ ഉറങ്ങുമായിരുന്നു. അപ്പം എന്താ ഞങ്ങൾ പറഞ്ഞു ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ എന്ന് പ്രിൻസി ആൻറ്റി പറഞ്ഞു. അതെ, പിക്ക് ചെയ്യാനല്ല, അമ്മ ഇവിടെ വരെ വരാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഒന്നും കൂടെ അങ്ങോട്ട് നടന്നിട്ട് പിന്നെ അമ്മേനെയും കൂട്ടി ഒന്നും കൂടെ ഇങ്ങോട്ട് നടക്കാനാണ്. അല്ലെങ്കിൽ വേറെ വഴി പിടിക്കാം, കുഴപ്പമൊന്നുമില്ല. രാവിലെ തന്നെ ലിപ്സ്റ്റിക് ഇട്ട് വന്നു. അല്ല, നമ്മള് ചത്ത് കിടക്കുകയാണെങ്കിൽ ചമ്മഞ്ഞിറക്കണമെന്നാണല്ലോ. ഇച്ചിരി ഒന്ന് തേച്ചു. അതിപ്പോ ഞാനും കുറച്ച് തേച്ചു. ഗൈസ്, അമ്മേനെ ഇപ്പൊ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയണേ. ഇങ്ങനെ നോക്കിയപ്പോ അതാ വരുന്നു. അതല്ല, ഫസ്റ്റ് ഉണ്ടല്ലോ എന്നെ വിളിച്ചു. നോക്കമ്മ, എന്നെ വിളിച്ചു. ഞാൻ 6 മണിക്ക് അലാറം വെച്ച് ഓഫാക്കി കിടന്നു. അപ്പം ശിവപാപ്പൻ എന്നെ വന്ന് വിളിച്ചോണ്ടിരിക്ക. ഞാൻ വിചാരിച്ചു ഇവര് പോയി വന്നിട്ട് എന്നെ കളിയാക്കാനും വേണ്ടി വിളിക്കായിരിക്കുന്നു. അന്യാണ് വെയിറ്റ് ചെയ്യണം, വാ. അതെ, ആദ്യമായിട്ടാണ് എന്താ പറയാ മോർണിംഗ് വാക്കിന് ഇറങ്ങുന്നത്. ഐ മീൻ ഈ വീട്ടിൽ നിന്ന്. ഞാൻ എന്റെ കസിന്റെ വീട്ടിൽ നിന്ന് കസിന്റെ അച്ഛനൊപ്പം ഞാൻ മോർണിംഗ് വാക്കിന് പോയിട്ടുണ്ട്. അത് 5:30ക്ക് പോയിട്ടുണ്ട്. ഓ, ഇവര് സ്ഥിരം ഇതിന്റെ ആൾക്കാരാണ്. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ കൂടെ കൂടിയത്. അതെ, ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ഉറക്കമൊക്കെ? നല്ല സുഖമായിരുന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലൊരു കോഴിയുണ്ട്. നല്ല കോഴിയാ, കുറ്റം പറയല്ല, നല്ല കോഴിയാണ്. രാവിലെ 3 മണിയായി ഞങ്ങൾ എണീപ്പിക്കാൻ തുടങ്ങും. കരച്ചല്ലോട് കരച്ചു. എന്റെ ദൈവമേ, ഞങ്ങൾ വിചാരിക്കും ഈശ്വര ഇരിയാ റൂമിലെങ്ങാനും ചാടി കയറിയോ കോഴി. ഇവിടെ ഇരുന്ന് കരയുന്ന രാവിലെ ഞാൻ എണീച്ചോക്കുമ്പോ സിജോട്ട് തെറിയോട് തെറി. കോഴീനെ കേട്ടോ പറയില്ല. 3 മണിക്കൊക്കെ ഇങ്ങനെയാ 3 മണി മുതൽ. അതും നമ്മൾ അലാറം വെക്കല്ലോ 10 മിനിറ്റ്. അതുപോലെ 3 മണിക്ക്, 3:10, 3:20. അതെങ്ങനെ അത്ര കറക്റ്റ് ആയിട്ട് സമയം മനസ്സിലാവും നമുക്ക് ഇപ്പോഴും മനസ്സിലായില്ല. എന്ത് ചെയ്യാ, ചില ന്യൂസിലെല്ലാം നമ്മൾ കാണലുണ്ടല്ലോ അതിർത്തി തർക്കം. അതേപോലെ നിങ്ങളിങ്ങനെ കോഴി അപ്പുറത്തെ വീട്ടിൽ പോയി പ്രശ്നം. കോഴിയൊക്കെ ഇത്ര പ്രശ്നമാണോ? പ്രശ്നമാണ്. എത്ര
ഞാൻ 8th പഠിക്കണ സമയത്ത് ഞാൻ ഇതിൽ കൂടെ ആയിരുന്നു ബസ് കയറാൻ വരല്. സ്കൂളിൽ പോകുമ്പോ കാരണം അവളുടെ ഫ്രണ്ടിന്റെ വീട് അവിടെയാണ്. അപ്പൊ അവൾ അവിടുന്ന് ബസ് കയറാറ്. അപ്പൊ ദേവും ഇവിടെ വന്ന ബസ് കയറാറ്. ഇനി കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ അവളെ എടുത്ത് മെയിൻ റോഡൊക്കെ. ഞങ്ങളപ്പം തിരിച്ചു പോവാണ് വീട്ടിലോട്ടല്ല, ഞങ്ങൾ വേറെ റൂട്ടിന് പോവാണ്. ഫ്രണ്ട്സ്, അഭിമാമന്റെ കടേന്റെ അവിടെ വരെ എത്തി ഞങ്ങള്. എത്ര മണിക്ക് ഇറക്കും? 8:30. കഴിഞ്ഞോ? ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ നനയ്ക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇത് ഓൾറെഡി നനച്ചിട്ടുണ്ടായിരുന്നു, ബെൽറ്റ് വാർത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്കിനും നനച്ചിട്ടുണ്ടായിരുന്നു. പൈപ്പ് ഓഫായിട്ടില്ല. അവിടെ തുള്ളി ചേർന്നുണ്ടോ? ഇച്ചിരി ദാഹജലം, മോന്തയ്ക്ക് ഒരു ദാഹജലം. ഇന്ന മോനെ കുടിച്ചോ. ഓ, പാത്രത്തിന്റെ അസാന്നിധ്യത്താൽ കൈവച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി പൈപ്പിന്ന് വെള്ളം വേന്നിട്ട് വേറെ എന്തെന്ന് വെച്ചിട്ട് കുടിക്കുന്ന മതിയോ മോനെ? ഓക്കെ, മതി. എന്റെ വക. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. അതെ, വന്ന സ്ഥിതിക്ക് ജസ്റ്റ് നനച്ചു അമ്മ. നിക്കിമോളാണോ അത്? നിക്കിമോളാണോ? പക്ഷെ ഇതാരാന്ന് മനസ്സിലായോ നിങ്ങക്ക്? നിക്കിന്റെ സ്വന്തം വീടില്ലേ, നിക്കിന്റെ അമ്മേന്റെ വീട്, അതിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ആളാണ്. നിക്കിന്റെ അച്ഛനാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നിക്കിയാന്ന് വിചാരിച്ചോ? ഞാൻ വെറുതെ പറഞ്ഞതാണ്, പക്ഷെ അത് നിക്കിന്റെ അച്ഛനാണ്, സ്വന്തം അച്ഛൻ. ഞാൻ കാണിച്ചു തരാട്ടോ, ഞാൻ വെറുതെ പറഞ്ഞത് അത് നിക്കിന്റെ അച്ഛനാന്ന് തോന്നുന്നു, പക്ഷെ ആ ചേച്ചി പറഞ്ഞു ഇത് നിക്കിന്റെ അച്ഛനാണ്. എനിക്കൊരു സംശയം തോന്നിയെന്നു കേട്ടോ. കാരണം എന്താ വെച്ചാല് നിക്കിന്റെ അമ്മേന്റെ വീടിന്റെ അടുത്തുള്ള ഡോഗാണിത്. സൈലോ, നിക്കിന്റെ അച്ഛനെ കണ്ടോ? നമുക്കൊരു ദിവസം നിക്കിനെ കൊണ്ടുവരണം. നേർക്ക് നേരെ കാണിക്കണം നിക്കിന്റെ അച്ഛനെ. അച്ഛൻ തിരിഞ്ഞു നോക്കി ടാറ്റാ. നിന്റെ അച്ഛനെ കണ്ടടി ഞങ്ങൾ.
അച്ഛനെ കണ്ടുമ്പോളെ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. നിക്കിനോട് പറയരുത് നിക്കിന്റെ അച്ഛനൊന്നും അല്ല അച്ഛനെ കണ്ടോന്ന്. അച്ഛന്റെ പേര് അർജു ആണെന്നുള്ള കാര്യം അതെ എടുത്തൊരു കട്ട് ചെയ്തത് ആ പേര്. നിക്കേ എന്റെ അർജുൻ അച്ഛനെ കണ്ടു മോളെ. മോനെ മോനെ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. അപ്പം വൈൻഡപ്പ് ചെയ്യണതിന് മുന്നേ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യാനൊരു ചേച്ചി വരലുണ്ട്. അപ്പം ആ ചേച്ചിക്ക് സൈലോനെ ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സ്. അപ്പം ഇന്ന് അവർ വരുന്ന കാര്യം ഇന്നലെ അവർ വന്ന കാര്യം അറിയില്ല ചേച്ചിക്ക്. അപ്പം സൈലോനെ പെട്ടെന്ന് കാണുമ്പം ചേച്ചീൻ്റെ എക്സ്പ്രഷൻ കൂടെ കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് എടുക്കാം ഗൈസ്. ചേച്ചി വന്നില്ലല്ലോ. അന്ന് സൈലോ വന്നിട്ട് പോയപ്പോൾ ചേച്ചിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, കരയായിരുന്നു ഫ്രണ്ട്സ്. അത്രയ്ക്ക് ഇഷ്ടമായി സൈലോനെ. എനിക്കിനെ കുറച്ച് പേടിയുണ്ട്, കാരണം എനിക്ക് കുരയ്ക്കല്ലോ. സൈലോ ഇങ്ങനെ ഭംഗി നിന്ന് തരും. ഇന്ന് ചേച്ചിയുടെ എക്സ്പ്രഷൻ നമുക്ക് കാണാം ഗൈസ്. വാതിലയിൽ ഭയങ്കര തട്ടി കേൾക്കുന്നുണ്ട്. അപ്പൊ ആരാ നോക്കുമ്പോ ദാണ്ടേ സൈലോ സൈലോ വാതിൽ തുറക്ക്, സൈലോ വാതിൽ തുറക്ക്, സൈലോ പാനിക്ക് മോള് വാ. നായക്കുട്ടീനെ കൊണ്ടുവന്നില്ലേ ചേച്ചിയെ? മനസ്സിലായല്ലോ. മനസ്സിലായില്ലേ? കാരം കണ്ട മനസ്സിലായി നിങ്ങളന്ന് ഒരു ചിലപ്പോഴേ വരുള്ളൂ. ഫ്രണ്ട്സ് ഞങ്ങള് ദിയമോളെ കൊണ്ടുപോവാതെയാണ് കേട്ടോ നടക്കാൻ പോയത്. ദിയമോക്ക് അതിനുള്ള കുശുമ്പ് നമുക്ക് നല്ലോണം ഉണ്ട്. ദിയമോള് കുശുമ്പൊന്നും ഇല്ലാത്ത നല്ല ഫ്രണ്ട്സ് ചേച്ചി ഡാൻസ് പഠിപ്പിക്കുകയാണ് അവരെ. ഇങ്ങനെ 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 ഇങ്ങോട്ട് അതിലേ കാര്യം ഇങ്ങോട്ട് അച്ഛനെ കണ്ടുപിടിച്ചു. അർജുൻ ഫ്രണ്ട്സ് പുറത്ത് നല്ല മഴയാണ്. ഞങ്ങൾ നടക്കാൻ പോയി വന്ന ഉടനെ തന്നെ മഴ പെയ്തു. ഞാനിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊറാട്ടയും മുട്ട റോസ്റ്റും ആണ്. മുട്ട ഞാൻ തിന്നു. അയ്യോ മുട്ട കിട്ടിയില്ല, എനിക്ക് മുട്ട കിട്ടിയില്ല. ഒരു മുട്ട ഫ്രണ്ട്സ്. അപ്പം നല്ല മഴയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഫ്രഷ് ആവാൻ പോവാണ്. നമ്മൾ ഈ ഒരു വ്ളോഗ് എന്ന് പറയണത് മോർണിംഗ് വാക്കിൻ്റെ ആയിരുന്നു. മോർണിംഗ് വാക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മണിക്കൂറായി ഫ്രണ്ട്സ്. അപ്പം ഇന്ന് എനിക്ക് സ്പോർട്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ സ്പോർട്സിന് പോയില്ല. അത് ഒരു ദിവസം ഫുള്ള് നമുക്ക് കസിൻസിൻ്റെ ഒപ്പം ക്രിസ്ത്യാനിൻ്റെ ഒപ്പം സിജാപ്പനൊപ്പം ചിലവഴിക്കാൻ കിട്ടുന്ന സമയം വെറുതെ സ്പോർട്സിൽ കളയരുതല്ലോ ഗൈസ്. ഞാൻ കൂടിയിട്ടുണ്ട്, അത് കിട്ടൂലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ വെറുതെ പോയിട്ട് കാര്യമില്ല. പിന്നെ ഹൗസിന് പോയിന്റ് കിട്ടും. ആ ഒരു ഇതിലാണ് പോവാൻ വിചാരിച്ചിരുന്നത്. ദിയമോക്ക് പിന്നെ സ്കൂളില്ലായിരുന്നു, ആദിമോനും ഇല്ല. ഞാൻ മാത്രം. ഇവരൊക്കെ ഇവിടെ എൻജോയ് ചെയ്യുന്നു, ഞാനവിടെ പോയി
പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പം ഇനി ഇപ്പോൾ ഇതിനായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.